പാലുൽപാദനത്തിലും വളർച്ചയിലും പേരുകേട്ട ഇനങ്ങളാണ് പഞ്ചാബി ബീറ്റൽ ആടുകൾ. നാടനാടുകളിൽ വളർത്തി തുടങ്ങിയ ഈ വിദ്യാർത്ഥി ഇന്ന് പൂർണ്ണമായിട്ടും ബീറ്റലാടിൻ്റെ ഒരു ഫാമാക്കി മാറ്റിയിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലുള്ള ശ്രീകൃഷ്ണ ഗോഡ് ഫാമിലെ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇദ്ദേഹം പഠനത്തിനോടൊപ്പമാണ് ഈ ആട് വളർത്തൽ തികച്ചും ലാഭകരമായിട്ട് കൊണ്ടുപോകുന്നത്. ആട് വളർത്തൽ വെറും ഒരു ആടിനെ വാങ്ങി വളർത്തിയാൽ പോരാ, നല്ല ക്വാളിറ്റി ആടുകളെ വളർത്തിയാൽ ലാഭകരമായിട്ട് തന്നെ ആട് ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഈ യുവ കർഷകന് പറയാനുള്ളത്. ആട് വളർത്തൽ തുടങ്ങുമ്പോൾ മലബാറിയും നാടനിൽ പഠിച്ചിട്ടാണ് ഇദ്ദേഹം പൂർണ്ണമായിട്ടും ബ്രീഡ് ആടുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന നല്ലൊരു ഫാമാണ് ഈ യുവ കർഷകൻ്റെ ശ്രീകൃഷ്ണ ഗോഡ് ഫാം. കാർഷിക മേഖലയിലേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടുന്ന യുവാക്കൾക്ക് നല്ലൊരു മാതൃകയാണ് അരുൺ. നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ വിപണനം നടത്തുന്നു. ഒപ്പം പാലിൻ്റെ വിപണനവും ക്രോസിങ്ങിൻ്റെ രീതിയും ഇവിടെ അവലംബിക്കുന്നുണ്ട്. മുന്തിയ ഇനം മുട്ടനെയാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതും ക്വാളിറ്റിയിൽ നല്ല പേര് കേട്ട ഒരു മുട്ടനാണ് ഇവിടെ ബ്രീഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ആടുകളെ തിരഞ്ഞെടുത്ത് അവയുടെ കുട്ടികളെ ഇറക്കിയാൽ വിപണനത്തിന് യാതൊരു പ്രയാസവും ഇല്ലെന്നാണ് ഈ യുവ കർഷകന് പറയാനുള്ളത്. കൃത്യമായ പരിപാലനം, അടുക്കും ചിട്ടയുള്ള പരിപാലന രീതി, കൃത്യമായ അളവിൽ ആഹാരം, ഇലവർഗ്ഗങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഭക്ഷണമായിട്ട് കൊടുക്കുന്നത്. ഈ യുവ കർഷകൻ്റെ വീഡിയോ വിശദമായിട്ട് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കിലും ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തരായിട്ടുള്ള കർഷകരെയും അവയുടെ കാർഷിക കാഴ്ചകളും വ്യത്യസ്തമായിട്ടുള്ള ആടിനങ്ങളെയും നാടൻ പശു പരിപാലനവും മികച്ച കർഷകരെയും കൃഷിയിൽ പരാജയം സംഭവിച്ച കർഷകരെയും പിന്നീട് അത് ലാഭകരമാക്കിയ കർഷകരെയും ഒക്കെ തന്നെ നമ്മൾ വ്യത്യസ്തരായിട്ടുള്ള വിവിധ കാർഷിക കാഴ്ചകളാണ് നമ്മുടെ വീഡിയോ കൂടി നിങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇദ്ദേഹം ആട് വളർത്തലിനോടൊപ്പം ഉള്ള സ്ഥലം മൊത്തം കൃഷിയോഗ്യമാക്കിയിരിക്കുകയാണ്. ടെറസിൻ്റെ മുകളിൽ താമര കൃഷിയും ഈ യുവ കർഷകൻ ചെയ്യുന്നു. എന്തായാലും വിശദമായ വീഡിയോ എല്ലാവരും കാണുമെന്ന പ്രതീക്ഷയോടുകൂടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. യുവാക്കൾ കൃഷിയിലേക്ക് വരട്ടെ. നമ്മുടെ കാർഷിക സംസ്കാരം എന്നും നിലനിന്ന് പോകട്ടെ. ബീറ്റൽ ഇനത്തിൽപ്പെടുന്ന വൈറ്റ് നിറമുള്ള ആടുകളുടെ ഒരു ശേഖരവും ഇവിടെ തന്നെ ഉണ്ട്. അതും നല്ല ക്വാളിറ്റിയിലുള്ള പ്യുവർ വൈറ്റ് ബീറ്റലിനെയും ഇദ്ദേഹം ഇവിടെ പരിപാലിക്കുന്നുണ്ട്.